പറയുമ്പോഴും പക്ഷേ ഇത് രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് പ്രതിപക്ഷത്തിന്. കാരണം ഒരു വശത്ത് എപ്പോഴും ഈ സെൻട്രൽ ഏജൻസീസിന്റെ ഈ ഒരു വേട്ടയാടലിനെ കുറിച്ച് പറയുകയും മറുവശത്ത് CPM-ന്റെ കാര്യം വരുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ സെൻട്രൽ ഏജൻസികളെല്ലാം ഈ ഗവൺമെന്റിനെ സഹായിക്കുകയാണ്. ഞാൻ തന്നെ 3 കേസ് നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എല്ലാ കേസിലും സെൻട്രൽ ഏജൻസീസ് സ്റ്റേറ്റിന് സഹായിക്കുകയാണ്. ഈ കേസിന്റെ പരിസമാപ്തി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേസാണ്. ഇലക്ഷൻ ഇയറാണ്. ഈ SFIയുടെ കേസ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്നില്ല. ഇലക്ഷൻ കാലത്ത് CPM BJP ബാർഗെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കേസാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ CPM-നോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ദോഷം വരുന്ന ഒരു നിലപാടും ഒരു സെൻട്രൽ ഏജൻസി എടുക്കില്ല. കാരണം അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പുതിയ CPM. BJP എന്ന് പറയുന്നത് BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല, നവഫാസിസ്റ്റ് പോലും അല്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനേക്കാളും നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പറയുന്നു ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. CPM പറയുന്നു ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റും അല്ല നവഫാസിസ്റ്റ് ഗവൺമെൻറ്റും അല്ല. അതിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് മോഡി ഭരണകൂടത്തിന് ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ പാർട്ടി കൊടുത്തിട്ടുണ്ട്? അപ്പോൾ അവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ്, ഒരേ യാത്രയിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവില്ല. അല്ല, ഞാൻ വേണ്ടി ഇത് UDF തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. UDF ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളത് ചർച്ച ചെയ്യും. ഞങ്ങൾ PV അൻവർ നിലമ്പൂരിലെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹം റിസൈൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശവും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വിശദമായ ചർച്ച നടത്തും. അൻവർ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും രമേശ് ചെന്നിത്തലയും അദ്ദേഹമായിട്ട് സംസാരിക്കും അടുത്ത ദിവസം തന്നെ. അല്ല, അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. UDF-ഉം പാർട്ടിയും ഞങ്ങൾ UDF-നെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓൾ ഇന്ത്യ നമുക്ക് ഇന്ത്യ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. അത് AICC നേതൃത്വത്തിൻ്റെ ഒരു അനുമതിയോട് കൂടിയേ ഞങ്ങൾ ആ തീരുമാനം എടുക്കുള്ളൂ. ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ വാർത്തകളാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചില ചാനലുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു വ്യക്തിയും ഒരു പാർട്ടിയും പ്രത്യേകിച്ച് UDF-ലെ ഒരു ഘടകകക്ഷിയും പുറത്തുള്ള ഒരാളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഇതുവരെ ഒരു സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അൻവർ പല പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞു അദ്ദേഹം, അതിനുശേഷം വ്യക്തമായി അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ആരെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അവർക്ക് നിരുപാധികമായി പിന്തുണ നൽകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ കോൺഗ്രസിനൊന്ന് വിട്. ഞാൻ കുറേ ചാനലുകാരോട് പറയാം, കോൺഗ്രസിനൊന്ന് വിട്. നിങ്ങൾക്ക് CPM-ൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അല്ലല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അല്ല, നിങ്ങൾക്ക് BJP-യുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? നിങ്ങളിത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിക്കണം എല്ലാ ദിവസവും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടാണ്. നിങ്ങൾ തീരുമാനിക്കരുത് സ്ഥാനാർത്ഥിയെ. നിങ്ങൾ രാവിലെ ഒരാളെ തീരുമാനിക്കും, ഉച്ചയ്ക്ക് പറയാം അയാൾക്ക് തൂക്കം കുറഞ്ഞു, വേറൊരാൾക്ക് തൂക്കം കൂടിയെന്ന് പറയും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയരുത്, നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത് പ്ലീസ്. പാർട്ടിയെ വെറുതെ വിടണം, കോൺഗ്രസിനെ വെറുതെ വിടണം. അതെല്ലാം ഞങ്ങളുടെ ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് ഉചിതമായി അത് അറിയിക്കും. ഉചിതമായ സമയത്ത് ഞങ്ങൾ അറിയിക്കും. ഞങ്ങൾ ഉചിതമായ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ ചർച്ച നടക്കുമെന്ന് പറഞ്ഞു. ചർച്ച നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ഞാൻ പറഞ്ഞാൽ എന്തൊരു ഇംപ്രോപ്രൈറ്റി ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രതിപക്ഷ നേതാവ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായം അദ്ദേഹം പറയാമോ രാത്രി ചർച്ചയ്ക്ക് വയ്ക്കാം? അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ രാത്രി ചർച്ചയ്ക്കുള്ള സാധനം എൻ്റെ നിന്ന് കിട്ടില്ല. അത് എന്തൊരു ദയനീയ അവസ്ഥയാണ് CPM-ന്റെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ദിവസം ചർച്ച വയ്ക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ CPM മിണ്ടാട്ടമില്ല, സ്ഥാനാർത്ഥിയെക്കുറിച്ച് മിണ്ടാട്ടമില്ല. പാലക്കാട് സംഭവിച്ചതുപോലെ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ CPM? അതൊന്ന് ഒരു ദിവസം ചർച്ച വയ്ക്കും.
രസമുണ്ടല്ലോ. ആ, എവിടെ ഭിന്നസ്വരം വന്ന്? ആ ഒരു അൻവറും പറഞ്ഞിട്ടില്ല, ഒരു കോൺഗ്രസും പറഞ്ഞില്ല. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല. ഞങ്ങളിതേ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ 5 പേരെ ഞങ്ങൾ പരിഗണിച്ചു. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ 5 പേരെ പരിഗണിച്ചു. 5 പേരെ അവിടെ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു കാൻഡിഡേറ്റ് അതിലെടുത്തു. ഞങ്ങൾ പുതുപ്പള്ളിയിൽ വന്നപ്പോൾ 1-ലധികം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾ വളരെ ആലോചന നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്തു. പാലക്കാട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, 5ഓളം സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയ ആളുകളുണ്ട്. നല്ല ഗാലക്സി ഓഫ് ലീഡർഷിപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മത്സരിക്കാൻ 1-ലധികം ആളുണ്ട്. അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോകാമെന്ന് നോക്കി ഇരിക്കേണ്ട ഗതികേട് കേരളത്തിലെ കോൺഗ്രസിനില്ല. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ആലോചിച്ചു. ചേലക്കരയിലുണ്ടായിരുന്നു കാൻഡിഡേറ്റ്, 1-ലധികം ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു. മലപ്പുറത്തുമുണ്ട്, നിലമ്പൂരുമുണ്ട്, 1-ലധികം ആളുകൾ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും, ഒരു പാർട്ടിയല്ലേ, ഞങ്ങൾ പല കാര്യങ്ങളും ചൂസ് ചെയ്തു. നിങ്ങൾ ദയവ് ചെയ്ത് ത്രാസിലിട്ട് അവരുടെ തൂക്കം നോക്കല്ലേ.